നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിത നീക്കങ്ങൾ, സമാധാനത്തിലേക്ക് കണ്ണും നട്ട് സൗദി ഹൂതി ചർച്ച. അപ്രതീക്ഷിത നീക്കങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളായി സൗദി അറേബ്യയ്ക്ക് കീഴിൽ പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. യമനിലെ യുദ്ധം അവസാനിപ്പിച്ച് സൗദിയുമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നിർണായക ചർച്ചകൾ നടന്നു. ഒമാന്റെ മധ്യസ്ഥതയിലാണ് സൗദിയിൽ നിന്നുള്ള സ്ഥാനപതിക്ക് കീഴിലുള്ള പ്രത്യേക സംഘവും ഹൂതികളും തമ്മിൽ ചർച്ച നടന്നത്. ഒമാൻ പ്രതിനിധികളും ചർച്ചയിൽ സംബന്ധിച്ചു. ഇറാൻ ബന്ധമുള്ള ഷിയ വിഭാഗമായ ഹൂതികൾക്ക് യമൻ രാഷ്ട്രീയത്തിൽ പങ്ക് നൽകുകയാണ് പ്രധാന നീക്കം. ഇതോടെ സൗദിയുമായുള്ള ഏറ്റുമുട്ടൽ ഇവർ അവസാനിപ്പിക്കും. ഇതിനുള്ള ചർച്ചകൾ നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. ചർച്ചകൾ പൂർത്തിയാക്കുന്നതോടെ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് യുദ്ധം അവസാനിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. സൗദിയും ഇറാനും സൗഹൃദം പുനഃസ്ഥാപിക്കുന്നതിന്റെ തുടർച്ചയാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളും സൗദിയുമായി ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ഒമാൻ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ സ്വിറ്റ്സർലൻഡിൽ നടത്തിയ ചർച്ചയിൽ 887 തടവുകാരെ മോചിപ്പിക്കാനാണ് ധാരണയായിട്ടുള്ളത്. 13 ഹൂതി തടവുകാരെ കഴിഞ്ഞ ദിവസം കൈമാറി. ഹൂതികൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന സൗദി പൗരന്മാരെയും വിട്ടയച്ചിട്ടുണ്ട്. എണ്ണം വ്യക്തമല്ല. ചർച്ചയിലെ ധാരണ പ്രകാരം തടവുകാരെ കൈമാറാൻ യമനിലെത്തിയ സൗദി അധികൃതരെ ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ മേധാവി മഹ്ദി അൽ മഷാദിന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായാണ് സ്വീകരിച്ചത്. യമൻ തലസ്ഥാനമായ സനായിലെത്തിയ സൗദി സംഘം ഹൂതികളെ ആലിംഗനം ചെയ്യുന്ന ദൃശ്യങ്ങൾ നിലവിൽ സൗദിയിൽ വൈറലാണ്. വൈര്യം മറന്നാൽ ചേർത്ത് പിടിക്കുന്ന അറബ് പാരമ്പര്യം പുതിയ സമാധാന സന്ദേശമായി. യമനികൾ ആഗ്രഹിക്കുന്നതും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അവരുടെ അഭിലാഷങ്ങൾ നേടിയെടുക്കുന്ന നീതിയും മാന്യവുമായ സമാധാനത്തിനായുള്ള ഉറച്ച നിലപാട് മഹദി മുഹമ്മദ് അറിയിച്ചു. യമനിൽ സമാധാനം കൊണ്ടുവരുന്നതിനുള്ള ചട്ടക്കൂടിലെ ഒമാന്റെ പങ്കിനും മഹത്തായ പരിശ്രമങ്ങൾക്കും യമനിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താനുള്ള അവരുടെ ഉത്സാഹത്തിനും സൗദി പ്രതിനിധി സംഘത്തലവൻ നന്ദി പറഞ്ഞു. സമാധാനം സാധ്യമാക്കുന്നതിൽ നിർണായക ചുവടുവയ്പ്പാണിതെന്നും യുഎന്നിന്റെ യമൻ പ്രതിനിധി ഹാൻസ് ഗ്രുൻബർഗ് പറഞ്ഞു. കഴിഞ്ഞ മാസം സൗദിയും ഇറാനും ബന്ധം പുനഃസ്ഥാപിക്കാൻ ചൈനയുടെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെച്ച ശേഷം യമൻ സംഘർഷം പരിഹരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ വർദ്ധിച്ചു. സൗദിയുടെയും ഇറാന്റെയും വിദേശമന്ത്രിമാർ വ്യാഴാഴ്ച ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തുകയും മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും കൊണ്ടുവരാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ശ്രമങ്ങൾക്ക് സമാന്തരമായി ഒമാൻ മധ്യസ്ഥതയിൽ ഹൂതികളുമായി ചർച്ച നടന്നത്. ഇറാൻ ഉൾപ്പെടുന്ന ഗൾഫ് തർക്കങ്ങളിൽ മധ്യസ്ഥനെന്ന നിലയിൽ ഒമാൻ പ്രശസ്തരാണ്. ഏപ്രിൽ 20 ആരംഭിക്കുന്ന ഈദ് അവധിക്ക് മുൻപ് യമൻ കരാർ പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധപ്പെട്ടവർ. യമനിലെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും പൂർണ്ണമായി തുറക്കുക, സർക്കാർ ജീവനക്കാർക്ക് വേതനം നൽകുക, പുനർനിർമ്മാണ പ്രക്രിയ, ഐക്യ സർക്കാർ എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നത് എന്നും ബന്ധപ്പെട്ടവരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി അറിയിച്ചു. 2014 യമനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ ഹൂതികൾ തലസ്ഥാനമായ സന നിയന്ത്രണത്തിലാക്കി ആബേദ് റബ്ബോ മൻസൂർ ഹാദി സർക്കാരിനെ പുറത്താക്കി. 2015 ഇറാൻ പിന്തുണയുള്ള ഹൂതികളിൽ നിന്നും യമനെ മോചിപ്പിക്കാനായി സൗദി നേതൃത്വത്തിൽ സഖ്യസേന യുദ്ധം ആരംഭിച്ചു. ഇതിന് മറുപടിയായി അയൽ രാജ്യമായ സൗദിയിലും UAEയിലും ഹൂതികൾ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. 8 വർഷം നീണ്ട യമൻ സംഘർഷത്തിൽ ഇതുവരെ 100,000-ലധികം പേർ മരിച്ചു. രാജ്യം രോഗത്തിന്റെയും പട്ടിണിയുടെയും പിടിയിലായി. ജനസംഖ്യയുടെ 80% അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിക്കുന്ന അവസ്ഥയിലുമായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.